ദൈവ തിരുനാമത്തിന് ബോധ്യമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മതിൽ എഴുതി വെച്ച വാക്യത്തെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു, ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. സമ്മിശ്രമാകുന്ന പ്രതികരണമാണ് അതിന് ആളുകളിൽ നിന്ന് ലഭിച്ചത്. മതിലിൽ വാക്യം എഴുതിയത് തെറ്റാണെന്ന് ഞാനൊരിക്കലും പറഞ്ഞില്ല. എന്നാൽ സുവിശേഷം എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളതെങ്കിൽ അതിന് സഹായകമാകുന്ന ധാരാളം വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടെന്നും അത് എഴുതിയാൽ ആളുകൾക്ക് ആ നിലയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാതെ അത് വായിച്ച് മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ വേണ്ടി വന്നാൽ അവസരമുണ്ടാകും എന്നും ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തോ നിലയിൽ തെറ്റായി വ്യാഖ്യാനിച്ച ചില ആളുകൾ എനിക്ക് വിരോധമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അത് സാരമില്ല. ഏതായാലും ആ വീഡിയോ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. ആളുകൾക്ക് വസ്തുതകൾ മനസ്സിലാകട്ടെ. പ്രകോപനപരം അല്ലാത്ത നിലയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ബൈബിളിലെ വിഗ്രഹാരാധന സംബന്ധിച്ചും പാരസംഗം, വ്യഭിചാരം ഇങ്ങനെയുള്ള കഠിനമായ പാപങ്ങളെ സംബന്ധിച്ചും ഒരുപാട് വാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മതിലിലും വീടുകളിലും ഒന്നും എഴുതാൻ സാധിക്കില്ല. വചനമാണെല്ലാം. എന്നാലും ആവശ്യമുള്ളത് എഴുതുക, പ്രയോജനമുള്ളത് എഴുതുക, ബാക്കിയുള്ളവർക്ക് സഭയ്ക്ക് അകത്ത് പഠിപ്പിക്കുക. അതവിടെ നിൽക്കട്ടെ. ഇന്നലെ ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു ശുശ്രൂഷയോട് പോകുന്നില്ല. അങ്ങനെ വരുന്ന വഴിക്ക് ഫോണ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ മറ്റ് ഒരു സംഗതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മതിലിലെ വാക്യത്തോട് ബന്ധപ്പെട്ടതാണ്. വാക്യം മായ്പിച്ച വീടിന്റെ വാതിക്കൽ ഒരു കാറ് മറിഞ്ഞു കിടക്കുന്നു. അത് സൈഡിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വീല് 4 റോഡിലോട്ട് ഇങ്ങനെ നിപ്പുണ്ട്. സൈഡിലോട്ട് അത് മറിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ചില ഗ്രൂപ്പുകൾ ഒരു പരസ്യം ഇട്ടിരിക്കുകയാണ്. കണ്ടോ, വേദപുസ്തകത്തിലെ വചനഭാഗം മതിലിൽ എഴുതിയത് മായ്ച്ചു കളഞ്ഞ വീടിന്റെ മുമ്പാകെ ഭയങ്കരമായിരിക്കുന്ന അപകടം. 2-3 കാര്യങ്ങൾ ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ വാക്യം ആളുകൾ പൊതുവികാരം കൊണ്ട് മായ്പിച്ചു എന്നുള്ളതിലേക്ക് അതിന്റെ പരിണിത ഫലം എന്ന നിലയിൽ ഉടൻ ദൈവം ഒരു ന്യായം വിധിച്ചു എന്നുള്ളൊരു ഇംപ്രഷനാണ് ഈ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ഇതിട്ട് ആഘോഷിച്ച ആളുകളുടെ മനസ്സിലെ ഇരിപ്പ്, ഞങ്ങളൊരു വാക്യം എഴുതിയാൽ ആ വാക്യത്തിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ദൈവം അവരെ ന്യായം വിധിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുള്ളതുപോലെ ഈ ഫോട്ടോ പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി. രണ്ടാമത്തെ വിഷയം, വാക്യം മായ്പിച്ചു പിറ്റേ ദിവസം ഈ അപകടമുണ്ടായി കഴിഞ്ഞപ്പോൾ നന്നായി, ദൈവം ഉടൻ തന്നെ ന്യായം വിധിച്ചു എന്നുള്ളതിൽ ഒരു സന്തോഷം. ഇത് ശരിയാണോ? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാത്ത ആളുകളെല്ലാം ഉടൻ തന്നെ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയപ്പെടണം എന്ന് പറയുന്നത് ശരിയല്ല. ഒരിക്കൽ യാക്കോബും യോഹന്നാനും അവരെ ഇടിമക്കളെന്നാണ് അറിയപ്പെടുന്നത്. അല്പം ഈ കോളറിക്കായിട്ടുള്ള സ്വഭാവക്കാരായിരുന്നു. അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ചില ആളുകൾ ചില അടയാളങ്ങൾ ചെയ്യുന്നതായി കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങളെ അനുഗമിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അതിനെ വിസമ്മതിച്ചു. അവർ വിസമ്മതിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത്, അവർ വിസമ്മതിച്ചതായ സമയത്ത് അവര് എന്ത് ചെയ്യുന്നറിയാമോ? അവരോട് യേശുവോട് പറഞ്ഞു, ആകാശത്ത് നിന്ന് തീയെ ഇറങ്ങി ഇവരെ ദഹിപ്പിക്കേണ്ടതിനായി കർത്താവിൻ്റെ ശുപാർശ ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ ഒരു അടയാളമോ വീര്യപ്രവൃത്തിയോ ചെയ്യുകയും വേഗത്തിൽ എന്നെ തള്ളിപ്പറയുകയും ചെയ്യുവാൻ ഒരുത്തരും സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടേ? അങ്ങനെ ചെയ്യരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ഒരിക്കലും തന്നെ അംഗീകരിക്കാത്ത ആളുകളെ ഉടനെ ന്യായം വിധിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. അങ്ങനെയാണെങ്കിൽ IS എന്ന് പറയുന്ന ആഗോള ഭീകര സംഘടന എത്ര ക്രിസ്തീയ വിശ്വാസികളെ നമ്മൾ കണ്ടതാണ് ഈ സോഷ്യൽ മീഡിയ വഴി കടൽത്തീരത്ത് കൊണ്ടു നിർത്തി മുട്ടുകുത്തി പ്രത്യേകമായ വസ്ത്രം ധരിപ്പിച്ച് നെഞ്ചത്തെ വെടിവെച്ചും കഴുത്ത് കോഴിയെ അറക്കുന്നതിൽ അർത്ഥം കൊന്നു. അവിടെ ഒന്നും ദൈവം ഒരു ന്യായവിധി നടത്തിയില്ല.
ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ജനം എന്ന് പറയുന്ന ഇസ്രായേലിയർ, യഹൂദന്മാരെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഭീകരനായ ഭരണാധികാരി, നാസി ഭരണാധികാരി 60 ലക്ഷം യഹൂദന്മാരെ TNT ഗ്യാസ് ചേമ്പറിൽ അടുക്കി കൊന്നു. അവരെ ദൈവം ആ നിലയിൽ ജർമ്മനി ന്യായം വിധിച്ചോ? ഉടനെ ഇല്ല. ദൈവം ന്യായവിധിക്കായി ഒരു സമയം വെച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ അരയോബ കുന്നിൽ വെച്ച് പൗലൂസ് അവിടുത്തെ ബുദ്ധിരാക്ഷസന്മാരോട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്. അവരെല്ലാവരിനായും ഒരു സമയത്തെ വെച്ചിരിക്കുന്നു, തൻ്റെ പുത്രൻ മുഖാന്തരം ലോകത്തെ ന്യായം വിധിക്കേണ്ടതിന്. അപ്പോൾ സുവിശേഷത്തെ അംഗീകരിക്കാത്തവർ ഏറ്റവും ഭയാനകമായ നിലയിലുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകുന്ന നാളെയുടെ ഒരു നാള് അല്ലെങ്കിൽ ന്യായവിധിയുടെ ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ദൈവം ആരെയും അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി സുവിശേഷം അനുസരിച്ചില്ല എന്ന് പറഞ്ഞ് ന്യായം വിധിക്കാറില്ല. ഇനി അടുത്ത വിഷയം, ഈ വാഹനം ഓടിച്ചു വന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ പോലും ഇങ്ങനൊരു സംഭവം അവിടെ നടന്നതായി അദ്ദേഹം അറിഞ്ഞു കാണുകയില്ല. ഒന്നെങ്കിൽ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു വാഹനാപകടം ഉണ്ടായി. ആരുടെ ആണ് നമുക്കറിയാൻ വയ്യ. MC റോഡ് വഴി, നാഷണൽ ഹൈവേ വഴി, സ്റ്റേറ്റ് ഹൈവേ വഴി ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം എത്ര അപകടങ്ങൾ സംഭവിക്കുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. സാധാരണ മനുഷ്യൻ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആൾ ഉരുണ്ട് വീണു പെട്ടെന്ന് മരിക്കുന്നു, അത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അപ്പം മറ്റുള്ള ആളുകൾ നമ്മൾ പറയുന്ന ആദർശങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അവരുടൻ തന്നെ അവർക്ക് എന്തെങ്കിലും വന്ന് ഭവിക്കണം എന്നാഗ്രഹിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ഭവിച്ചാൽ അത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയാണ് എന്ന് വ്യാഖ്യാനിക്കുക. അത് ഒരു ശരിയായ നിലപാടല്ല. നമ്മളെ കൊണ്ട് നമ്മുടെ വാക്യം അത് മായ്ച്ചു കളയണമെന്ന് അഭിപ്രായപ്പെട്ടവർ സുവിശേഷ വിരോധികളോ അല്ലെങ്കിൽ സഭാവിരോധികളോ അല്ലെങ്കിൽ ആ ഭിത്തിയിൽ എഴുതി വെച്ച വാക്യത്തോട് യോജിക്കാൻ കഴിയാത്ത ആളോ ആകട്ടെ. അത് മായ്ച്ചെങ്കിൽ മായ്ച്ചു, മായ്ച്ചില്ലെങ്കിൽ മായ്ച്ചില്ല, അത് സെക്കൻഡറി മാറ്റർ. എന്നാൽ അവര് നശിച്ചു പോകണമെന്നോ അവർക്കൊരു ന്യായവിധി ഉടനെ ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ ഉണ്ടായാൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്നോ ചിന്തിക്കുന്നത് തികച്ചും ക്രിസ്തീയ വിരുദ്ധമാണ്. കർത്താവ് പറഞ്ഞ ശത്രുക്കളെ സ്നേഹിപ്പാനാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വാക്യം മായ്ച്ചു കളയണം എന്ന് നിർബന്ധിച്ച ആളുകൾ അതാരാന്ന് നമുക്കറിയാൻ വയ്യ. ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു വിശദീകരണമായി വന്നിരുന്നു. അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയല്ല, അവിടുത്തെ പൊതുജന വികാരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ചെറുപ്പക്കാരനാണെന്ന് എനിക്കറിയാൻ വയ്യ. അവിടുത്തെ പൊതുജനങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെട്ടു എന്നുള്ള വിഷയത്തെക്കുറിച്ചും എനിക്ക് നിശ്ചയമില്ല. എന്നാൽ ഈ ചില ആളുകൾ ഈ അപകടം നടന്ന വണ്ടിയുടെ ഫോട്ടോ ഇട്ടിട്ട് കണ്ടോ, മതിലിൽ വാക്യം മായ്പിച്ച ആ സ്ഥലത്ത് തന്നെ അപകടമുണ്ടായി. എത്രയോ അപകടങ്ങൾ എത്രയോ സ്ഥലമുണ്ടാകുന്നു. ഒരു മാസം മുമ്പാണ് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഈ വടശ്ശേരിക്ക് അടുത്തുള്ള ഒരു പാറമടയിൽ അദ്ദേഹത്തിൻ്റെ ടിപ്പർ ലോറിയിൽ മെറ്റൽ കയറ്റിയ ശേഷം അദ്ദേഹം വണ്ടി പുറകോട്ട് സൈഡെടുക്കുമ്പോൾ താഴെ ഒരു 50 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് ആ ടിപ്പറോട് പോയി അദ്ദേഹം തൽക്ഷണം മരിച്ചു. വേറെ എത്ര ആളുകൾ ഏതെല്ലാം നിലയിലുള്ള അപകടങ്ങൾ മരിക്കുന്നു, നിരപരാധികളായ ആൾ മരിക്കുന്നു. അതിനെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു വാക്യം അങ്ങനെ ചെയ്താൽ ഉടൻ തന്നെ ദൈവം ഇറങ്ങി ശിക്ഷിക്കുന്ന ആളാണെങ്കിൽ ദൈവം ക്രൂരമായ പ്രവൃത്തികളിൽ വിനോദം കണ്ടെത്തുന്ന ഒരാളാണെന്ന് വരും. ദൈവം അങ്ങനെ ഒരാളല്ല. ദൈവത്തെ വേദപുസ്തകം വെളിപ്പെടുന്ന ദൈവം സ്നേഹവാനാണ്, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവമാണ്. അപ്പോൾ വാസ്തവത്തിൽ പിന്നെയും ഞാൻ പറയുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വാക്യങ്ങൾ മനസ്സിൽ മറ്റുള്ളവരുള്ള കുർത്തത വെച്ചുകൊണ്ട് എഴുതി വയ്ക്കുന്ന നല്ല സുവിശേഷീകരണം. സുവിശേഷം പാട്ട് കേട്ട് അല്ലെങ്കിൽ കണ്ട് അത് വിശ്വസിക്കുക എന്നുള്ള നിർമ്മലമായ ഉദ്ദേശമാണ് നമുക്കുള്ളതെങ്കിൽ എത്രയോ നല്ല സുവിശേഷ വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അത് നമുക്ക് എഴുതി വയ്ക്കാൻ കഴിയും, ആളുകൾ വായിക്കും. നിത്യത വെളിപ്പെടുത്തും ആരെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം അവർക്കുണ്ടായോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച്. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പം ഞങ്ങളൊക്കെ പരസ്യ കവരെ നിൽക്കുമ്പോൾ ഇവിടെ പ്രസംഗിക്കേണ്ട എന്ന് ശക്തമായി പറഞ്ഞ് ഓടിച്ചുവിട്ട സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലമൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഓടിപ്പോയാൽ ഉടനെ തന്നെ ഈ ഓടിച്ചുവിട്ട ആളുകൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം വന്ന് കണ്ടിട്ട് അത് സന്തോഷിക്കുകയോ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ സംസാരിച്ച സുവിശേഷത്തിന് എന്തെങ്കിലും അന്തസ്സത്തെയോ യോഗ്യതയോ ഉണ്ടോ? അപ്പോൾ വാസ്തവത്തിൽ അവിടെ കർത്താവ് പോലും പറഞ്ഞ നിങ്ങളുടെ പട്ടണത്തിലോ ഓരോ ഗ്രാമത്തിലോ ചെന്നാൽ നിങ്ങളെ അവിടെ ആളുകൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി സാക്ഷ്യത്തിനായി തട്ടിയിട്ടിട്ട്
നിങ്ങൾ മറ്റൊരു പട്ടണത്തിലേക്കോ ഗ്രാമത്തിലേക്കോ പോവുക. അവിടെ വാഗ്വാദമൊന്നും ആവശ്യമില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇവിടെ പ്രസംഗിക്കരുത് എന്ന് ശക്തമായി മോബ് പറയുമ്പോൾ ഞങ്ങൾ നിർബന്ധമായി അവിടെ പ്രസംഗിച്ചേ മതിയാവൂ എന്ന് വെക്കാതെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി ശാന്തമായി നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളോട് എതിർപ്പ് പറഞ്ഞ ആളുകൾ മാനസാന്തരപ്പെടുവാനും ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാനും ദൈവം അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ ഫോട്ടോ ഇട്ടിട്ട് ദൈവത്തിൻ്റെ ശിക്ഷയാണ്. അത് വാക്യം മായ്ച്ചു കളഞ്ഞ വീടിൻ്റെ വാതിൽക്കൽ തന്നെ അപകടമുണ്ടായത് വാസ്തവത്തിൽ റിമൈൻഡറാണ് എന്ന് പറയുന്നത് ശരിയല്ല, തെറ്റാണ്. ഞാനൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാക്കോബയെ വീട്ടിൽ സുവിശേഷം പറഞ്ഞതിന് മുമ്പ് അവരുടെ താല്പര്യമനുസരിച്ച് ആ വീട്ടുമുറ്റത്ത് ക്ലാസ് എടുത്തുകൊടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീട്ടിലെ സന്ധ്യാസമയത്താണ് ആ വീട്ടിലെ അമ്മച്ചി അവിടെ നിന്ന് ഈ ക്ലാസ്സിനകത്ത് എടുത്തുകൊണ്ട് തന്നെ കൊടുത്തയച്ചേക്കാമേ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു ചേരപ്പാമ്പ് ഇങ്ങനെ ആ ഇരിക്കുന്ന സൈഡിൽ പറമ്പിലാണ്, വീടിൻ്റെ മുൻവശത്തെ ഓപ്പൺ ഗ്രൗണ്ടിലാണ് അതിങ്ങനെ പോകുന്നു. അപ്പോൾ ആ ചേരപ്പാമ്പിനോട് ഈ അമ്മച്ചി പറയുകയാണ്, മറന്നല്ലേ കൊടുത്തയച്ചേക്കാമേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, മണർകാട് പള്ളിയിൽ എന്തോ നേർച്ച അവർ നേർന്നിട്ടുണ്ട്. ആ നേർച്ച കാലവിളംബം കൂടാതെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടുന്ന് ഈ പാമ്പിനെ റിമൈൻഡർ അയച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസമുള്ള ക്രിസ്തീയ വിശ്വാസമുണ്ട്. ഇത് ഈ അമ്മച്ചി പറയുന്നത് ഞാൻ കേട്ടതുമാണ്. എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സുവിശേഷത്തിനോ ദൈവരാജ്യത്തിനോ ഇഷ്ടമില്ലാത്ത നിലയിൽ ആളുകൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി ഒരു റിമൈൻഡർ കൊടുക്കുന്ന ദൈവമല്ല വിശുദ്ധ ബൈബിളിലെ ദൈവം. അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്, എല്ലാവരെയും കരുതുന്നവനാണ്, എല്ലാവരോടും ഔദാര്യമായി ഏർപ്പെടുകയും എല്ലാവർക്കും ഔദാര്യമായി മഞ്ഞും മഴയും വെയിലും എല്ലാം കൊടുക്കുന്നവനാണ്. നമുക്ക് ലഭിക്കുന്ന അതേ മഴ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം വിശ്വസിക്കാത്തവർക്കും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഫോട്ടോ ഒക്കെ ഇട്ട് അതിനെ ദൈവത്തിൻ്റെ ന്യായവിധിയാണ് എന്ന് പറയുന്നവരുടെ ആത്മിക അപക്വതയാണ് അത്തരം പ്രവൃത്തിയിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തന്നെയല്ല, ഞങ്ങളെ എതിർത്താൽ ദൈവം ശിക്ഷിക്കും എന്നുള്ള, അല്ലെങ്കിൽ ശിക്ഷിക്കണം എന്നുള്ള ആ സന്തോഷം വിശുദ്ധ വേദപുസ്തകത്തിന് യോജിച്ചതും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് യോജിച്ചതുമായിട്ടുള്ള സമീപനം അല്ല എന്ന് സ്നേഹബുദ്ധിയെ ഓർപ്പിച്ചുകൊണ്ട് ഈ ഷോർട്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.